ഇന്നും കറണ്ട് ഉണ്ടാകില്ല, അല്ലെങ്കിൽ രാത്രി കറണ്ട് പോകും, കട്ടുണ്ട് എന്നുള്ള വാർത്തയിലേക്കാണ്. ഭാഗിക വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB അറിയിക്കുന്നു. ഇന്നത്തെ വൈദ്യുതി ഉപഭോഗം 500 മെഗാവാട്ട് വരെ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. പവർ എക്സ്ചേഞ്ച് വഴി ആവശ്യമായ വൈദ്യുതി ലഭിച്ചില്ലെങ്കിൽ നിയന്ത്രണം ഉണ്ടാകുമെന്നുള്ള വിവരം വരികയാണ്. ഇന്നലെ രാത്രിയിലും പവർ കട്ട് ഉണ്ടാകുമെന്ന് മന്ത്രി പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ, KSEB പ്രഖ്യാപനം നടത്തിയതിന് പിന്നാലെ തന്നെ കറണ്ട് പോയിരുന്നു പറഞ്ഞാൽ ഏകദേശം 1 മണിക്കൂറിലധികമൊക്കെ പല ഇടങ്ങളിലായിട്ട് കറണ്ട് ലഭിക്കാതെ ഇരുട്ടിലായി പോയിട്ടുള്ള അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നും ആ ഇരുട്ട് തന്നെ പ്രതീക്ഷിക്കണം എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. പവർ കട്ട് എന്നുള്ള വിവരം ഇപ്പോൾ നമുക്ക് മുൻപിലേക്ക് വരുന്നു. KSEBയുടെ ഭാഗത്ത് നിന്നാണ് ഈ ഒരു അറിയിപ്പ് ലഭിക്കുന്നത്. മാത്രമല്ല 12:30 കളി നടക്കാൻ പോവുകയാണ്, സെമി ഫൈനൽ നടക്കാൻ പോവുകയാണ്. അപ്പോൾ അത്രമാത്രം ആളുകൾ ആ സമയത്ത് വൈദ്യുതി ഉപയോഗിക്കുകയും ചെയ്യും. അതായത് കുറച്ചുകൂടി അധികം ഉപഭോഗം ഉണ്ടാകാനുള്ള സാധ്യത ഒക്കെ കണ്ടുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഇങ്ങനെയുള്ള ഒരു തീരുമാനം KSEBയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. എന്തായാലും വലിയ കഷ്ടം തന്നെയാണ് ഈ കറണ്ട് പോകുന്നു എന്ന് പറയുന്നത്. ഇതിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പോക്ക് എന്നുള്ളതാണ്. നേരത്തെ അങ്ങനെയായിരുന്നില്ല. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പ്രശാന്ത്, ഇന്നലെ 1-2 മണിക്കൂറോളൊക്കെ കറണ്ട് ഇല്ലാതിരിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോ സമാനമായി തന്നെ പ്രതീക്ഷിക്കണോ? ഇന്നത്തെ കളി കൂടി കണക്കിലെടുത്തുകൊണ്ടാണോ ഇന്നത്തെ നീക്കം? ഇന്നും സമാനമായ ഒരു വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകുമെന്ന് തന്നെയാണ് KSEB ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. കാരണം എൽനിനോ പ്രതിഭാസം കാരണം രാജ്യത്ത് താപനില ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാജ്യത്താകമാനം വൈദ്യുതി ഉപഭോഗം വർദ്ധിച്ചതിനാൽ പവർ എക്സ്ചേഞ്ചിൽ ആവശ്യത്തിന് വൈദ്യുതി കിട്ടാത്തൊരു സാഹചര്യമുണ്ട്. അത് തന്നെയാണ് സംസ്ഥാനത്തിനും പ്രതിസന്ധിയായിരിക്കുന്നത്. സംസ്ഥാനത്തിന് പ്രതിസന്ധിയായിരിക്കുന്ന മറ്റൊരു വിഷയം മഴ കുറഞ്ഞു എന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ മഴയുടെ കുറവുണ്ടായി. അപ്പോൾ ആഭ്യന്തര ഉൽപാദനവും ജലവൈദ്യുതി പദ്ധതികളിൽ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പവർ എക്സ്ചേഞ്ചിൽ നിന്ന് ഇന്ന് സംസ്ഥാനം പ്രതീക്ഷിക്കുന്ന വൈദ്യുതി ലഭിച്ചില്ലെങ്കിൽ ഏകദേശം 500 മെഗാവാട്ടിന്റെ വരെ വൈദ്യുതിയുടെ ഒരു കുറവുണ്ടാകും എന്നാണ് കണക്ക് കൂട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ അത് മറികടക്കുന്നതിന് ആവശ്യമായ വൈദ്യുതി പവർ എക്സ്ചേഞ്ചിൽ നിന്ന് വാങ്ങാൻ ഈ പീക്ക് സമയത്ത് കിട്ടിയില്ലെങ്കിൽ, പീക്ക് സമയം അതായത് 7 മണി മുതൽ രാത്രി 12 മണി കഴിയുന്നവരെയുള്ള സമയത്ത് ഒരു വൈദ്യുതി നിയന്ത്രണം ഇന്നും വേണ്ടിവരുമെന്ന് തന്നെയാണ് KSEB മുന്നറിയിപ്പ് നൽകുന്നത്. അത് അരമണിക്കൂർ വരെയുള്ള വൈദ്യുതി നിയന്ത്രണം ആകും എന്ന മുന്നറിയിപ്പാണ് നൽകുന്നത്. പക്ഷേ വൈദ്യുതി ലഭ്യതയുടെ കുറവനുസരിച്ച് ആ നിയന്ത്രണത്തിന്റെ തോതും മാറുമെന്ന് വേണം നാം മനസ്സിലാക്കാൻ.